അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പിർസത്തെ മുഅ്മിനീങ്ങളെ, നിങ്ങൾ എവിടെയെങ്കിലും അർജന്റ് ഒരു പಕ್ಕ നിങ്ങൾക്ക് എത്തണം. ഉദാഹരണಕ್ಕೆ ഒരു നിക്കാഹ് നിങ്ങൾക്ക് അറ്റൻഡ് ആകുന്നുണ്ട്. ഒരു പോണ നിനക്ക് നിക്കാഹ് വെച്ചിരാറ് നിങ്ങൾ എത്ര ഫാസ്റ്റ് വേഗം പോയിട്ടുള്ള. പക്ഷേ ബൈക്കാലത്ത് ഏതെങ്കിലും ഒരു അതുപോലത്തെ ഒരു സിറ്റിയിൽ നിങ്ങൾ ട്രാഫിക്കിൽ നിങ്ങൾ കുടുങ്ങിപ്പോയ, ട്രാഫിക് ജാം ആയിട്ടുണ്ട്. അത് നിങ്ങൾ എത്തുമ്പോൾ നിക്കാഹെല്ലാം കഴിഞ്ഞിട്ടായിട്ടുണ്ടായെങ്കിൽ നിങ്ങൾ എത്ര നിങ്ങൾക്ക് ബേജാറോടും, എത്ര അപ്സെറ്റായിട്ട് നിങ്ങൾ പോണ്ട. ആ പണ്ട് തെരുലെല്ലാം നിങ്ങൾ ട്രാഫിക്കിനെ സംബന്ധിച്ച് ആക്ഷേപിക്കട. പിന്നെ ചില ആൾമാർ ഷാപ്പ് വെക്കലുണ്ട് ഹലാക്കടെ ട്രാഫിക് ഉണ്ട്. അപ്പോ ഇങ്ങനെ പലപ്പോഴും ട്രാഫിക്കിൽ കുടുങ്ങിയിട്ട് ഞങ്ങൾ ട്രാഫിക്കിൽ ഞങ്ങൾ ഷാപ്പ് വെക്കട. അതേ സന്ദർഭത്തിൽ അതേ ട്രാഫിക് ഒരാളുടെ ജീവനെ ബച്ചവാക്കി കൊടുത്ത ഒരു സംഭവം കഴിഞ്ഞ അഹമ്മദാബാദിൽ നടന്നതായ ഫ്ലൈറ്റ് ക്രാഷിൽ നിങ്ങൾക്ക് ഞങ്ങളെ ഗമനത്ത് വന്നു. ഒരു പെണ്ണ് ലണ്ടന് പോകും ഭർത്തായിന്നാല്. അങ്ങനെ ഇത്ര ടൈം അവൾക്ക് എയർപോർട്ട് റീച്ച് ആവണത്ത്. പക്ഷേ അവിടെ സിറ്റിയുടെ ട്രാഫിക്കിൽ അവൾ കുടുങ്ങിയിട്ട് അവൾ എയർപോർട്ടിൽ എത്തുമ്പോൾ ഫ്ലൈറ്റ് പാസ്സായിട്ടായിട്ട് എത്ര അർസബറാവുന്നു. അത് ചെറിയ വിഷയമല്ലോ, അങ്ങനത്തെ പോലത്തെ വിഷയമല്ല. ലണ്ടന് പോകും ഭർത്തായാവും. പക്ഷെ ട്രാഫിക്കിൽ കുടുങ്ങിയപ്പോൾ അവൾ ഫ്ലൈറ്റ് തപ്പിത്ത്. അതേ സന്ദർഭത്തിൽ ഒരു നിമിഷാർദ്ധമായിട്ടില്ല ചെല്ലിട്ട് ഒരു ടൈം ആകുമ്പോൾ വിഷയിക്കിട്ട് ആ ഫ്ലൈറ്റ് ക്രാഷ് ആയിട്ടുണ്ട്. ഇപ്പൊ അവളുടെ മനോഭാവം എങ്ങനെ ആയിരിക്കും? ട്രാഫിക്കിൽ അവൾ എത്ര സ്തുതിക്കുവാളും അഹമ്മദാബാദിലെ ട്രാഫിക്കിലെ. ഇങ്ങനത്തെ ഒരുപാട് വിപര്യാസങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ നടക്കും. പലപ്പോഴും ഞങ്ങൾ ഷർന്ന് ഏത് വിചാരിക്കണമോ അത് ഹൈറായിട്ട് തീരും. ചിലപ്പോൾ ഹൈർ ഏതെന്ന് വിചാരിക്കണം അത് ഷർറായിട്ട് തീരും. ഇതായിരിക്കും ജീവന. ഹൈറും ഷെറും എല്ലാം അള്ളാഹുടെ കയ്യിലേക്കുള്ളത്. ഞങ്ങളെ വിശ്വാസം അത് അചഞ്ചലമായിട്ട് ഞങ്ങൾക്ക് വേണം. കഴിഞ്ഞ ആ ഫ്ലൈറ്റ് ക്രാഷിൽ ഒരുപാട് പാഠങ്ങൾ ഞങ്ങൾക്ക് അതിൽ പഠിക്കുന്നുണ്ട്. ഓരോരോ ദുർഘടനങ്ങൾ നടക്കുമ്പോഴെല്ലാം നമുക്ക് വലിയ പാഠം ഞെക്കിടും. ആ കൂട്ടത്തിൽ അഹമ്മദാബാദിൽ നടന്നതായ ആ ഫ്ലൈറ്റ് ക്രാഷിൽ ചെമ്മ പാഠങ്ങളുണ്ട്. ഓരോരുത്തരും അവിടെ മരിച്ചുപോയ 240 ചില്ലറ ആൾമാർ ഓരോരുത്തരും ഓരോ കഥങ്ങൾ അങ്ങനെ ഓരോ ലൈഫിന്റെ സ്റ്റോറി കേൾക്കുമ്പോൾ ഭയങ്കര ചെമ്മ ബേജാറാവും. അതിൽ ഒരു ഡോക്ടറുടെ കഥ. ആ ഡോക്ടർ നല്ല പഠിച്ചിട്ട് വലിയ ഡിഗ്രി എല്ലാം എടുത്തിട്ട് ലണ്ടനിൽ പോയിട്ട് 5 വർഷം ഡ്യൂട്ടി ആക്കിയിട്ട് നല്ല സമ്പാദനെല്ലാം ആക്കിയിട്ട് ഇനി ഗടി വന്നിട്ട് ഇന്ത്യത്ത് വന്നു പോകേണ്ട വിഷയമാവില്ല. എൻ്റെ പെഞ്ഞേ മക്കളും കൂട്ടിയിട്ട് ലണ്ടനിൽ സെറ്റിൽ ആവണമെന്ന് ചെന്നിട്ടു. ലണ്ടനിൽ നല്ലൊരു അകല എടുത്തിട്ട് പെഞ്ഞേ മക്കൾ കുട്ടിപരമായിട്ട് രായത്ത് വന്നേ. അങ്ങനെ അവിടെ പെഞ്ഞായും നല്ലൊരു ഉദ്യോഗത്തിൽ രായത്തിന്നാൽ അവിടെ അത് മുറിവാടിയിട്ട് ഇവിടെ മെയ്യാവും. ഇന്ന് നിങ്ങൾക്ക് ജീവിതത്തിൽ നിങ്ങൾക്ക് ഒരു നല്ല വിലാസിയായ ജീവന. ലണ്ടൻ ചെന്നെങ്കിൽ ഒരു സാധാരണ ലോക്കൽ സിറ്റി അല്ല, ലോകത്ത് അറിയപ്പെട്ട ഒരു വലിയ ഐഷാറാമി സിറ്റി ആയിരിക്കും. അപ്പോൾ ആ ലണ്ടനിൽ പോയിട്ട് നിങ്ങൾ സെറ്റിൽ ആവാ, ഒരു വിലാസി ജീവൻ നിങ്ങൾ ജീവിക്കുവാൻ വിചാരിച്ചിട്ടായിരിക്കും. ശേഷം ഈ 3 മക്കളും പിടിച്ചുകൊണ്ട് ആ ദമ്പതിമാർ അങ്ങ് ഫ്ലൈറ്റ് പത്തിരെ. പക്ഷേ അങ്ങനെ ആ കനസും നിമിഷാർദ്ധത്തിലെല്ലാം നുച്ചുനൂറായി പോയിട്ട് ഒരുപാട് സംഭവങ്ങൾ. അതുപോലെ ഒരു പെണ്ണ് ഒരു പുതിയാപ്പിളമാർ മങ്ങിലായിട്ട് ഫസ്റ്റ് പുതിയാപ്പിളക്ക് അർജന്റീനത്ത് ലണ്ടനിക്ക് വേഗം പോയ 5 തിങ്കൾ പിന്നെ പുതിയ പെണ്ണ് ലണ്ടനിക്ക് പോകണുണ്ടായിട്ട്. അങ്ങനെ 5 തിങ്കളായാൽ പിന്നെ വളരെ സന്തോഷത്തോടു കൂടി ഈ എൻ്റെ ഭർത്താവോട് കൂടി സന്തോഷത്തിൽ എനിക്ക് ലണ്ടനിൽ ജീവിക്കണമെന്ന് ചെന്ന് വിചാരിച്ചിട്ട് ഉമ്മ അവിടെ എല്ലാം ആശീർവാദത്തോടു കൂടി കുടുംബത്തിനെല്ലാം ആശീർവാദത്തോടു കൂടി അവത്തെ ബീൽക്കൊടുകി ആക്കിയിട്ട് ആ വീഡിയോ എല്ലാം നമുക്ക് കാണുമ്പോൾ ഭാരി ബേജാറാവും. അങ്ങനെ അവിടെല്ലാം ബാപ്പറെല്ലാം അറകി പിടിച്ചിട്ട് എയർപോർട്ടിൽ എത്തിയിട്ട് എല്ലാവർക്കും ടാറ്റ ആക്കിയിട്ട് ആ പെണ്ണ് പിന്നെ ലണ്ടനിക്ക് പറ്റിയാൽ ഫ്ലൈറ്റിക്ക് പറ്റിയാൽ. പക്ഷേ നിമിഷാർദ്ധത്തിൽ അവളുടെ പിന്നെ ഫ്ലൈറ്റ് ക്രാഷിൽ അവളും കത്തി ചാമ്പലായി പോയാൽ. ഇങ്ങനെ ഓരോരുത്തരും ഓരോ സംഭവമായിട്ടെങ്കിലും സുബ്ഹാനല്ലാഹ് അള്ളാഹു തീരുമാനിച്ചെങ്കിൽ ಅಲ್ಲಾಹ್ ನಂಗ പിന്നെ ತಾನೊಂದು ಬಗೆದರೆ ದೈವ ಇನ್ನೊಂದು ಬಗೆದಿತ್ತು ചെല്ലവർ കണ്ടെടുത്തവർ ഫലക്ക് കറക്റ്റായിട്ടേക്കും. ഞങ്ങൾക്ക് ഓരോ നാളും ഇങ്ങനെ ആക്കോണ്ടിരിക്കും. പക്ഷേ അള്ളാഹുടെ ഒരു തീരുമാനം ബരമയായിട്ടേക്കും. പരിശുദ്ധ ഖുർആൻ അള്ളാഹു സൂറത്തുൽ ലുഖ്മാന്റെ അവസാനത്തിൽ ചെന്ന വമാ തദ്രി നഫ്സുൻ മാദാ തക്സിബു ഗദൻ വമാ തദ്രി നഫ്സുൻ ബിഅയ്യി അർദിൻ തമൂത്ത്.
ഒരു മനുഷ്യക്കും നാളെ എന്ത് ആക്കവും ചെല്ലത് മനുഷ്യവും ഒന്നില്ല. നാളെ എന്തെല്ലാം ആക്കമുണ്ടോ ചെല്ലത് മനുഷ്യവും ഒരു മനുഷ്യവും ഒന്നില്ല. അതുപോലെ അവന്റെ ഭൂമിയിലായിരിക്കും അവന്റെ മരണ ചെല്ലത് ഒരു മനുഷ്യക്കും നാളെ പാടി കൊടുത്തിട്ടില്ലാണ് അള്ളാഹു ചെല്ലാം. അതുപോലെ ടിക്കറ്റ് ഞങ്ങൾ ഒരു പ്ലാന് നാളെ അങ്ങനെ ആക്കണം ഇങ്ങനെ ആക്കണം എല്ലാം റെഡി ആക്കിയിരിക്കണം. പക്ഷെ അള്ളാഹുടെ ഒരു ഷെഡ്യൂൾ വേറമേ കെടുതി ചെല്ലത് നമുക്ക് ഈ ഇങ്ങനത്തെ സംഭവത്തിൽ നമുക്ക് മനസ്സിലാവാൻ സാധിക്കരുത്. ഭൂമിയിലായിരിക്കും മനുഷ്യന് മരണം ചെല്ലവും സാധ്യമില്ല. കുറേ ലണ്ടനിൽ കുറെ കാലം ജീവിച്ച് വന്നിട്ട് ഇന്ത്യത്ത് വന്നിട്ടൊന്നും കൂട്ടക്കാരെല്ലാം കാണുക വന്നുങ്ങ ആൾമാറായിട്ട് ചില ആൾമാർ അങ്ങ് തിരിച്ചു പോകേണ്ട ഇടയിൽ പിന്നെ അവസാനത്തെ അങ്ങനെ പോക്കായിട്ട് ഇംഗ്ലണ്ടിലെ പ്രജക പിന്നെ അങ്ങ് സിറ്റിസന്മാർ അങ്ങ് ഇന്ത്യത്തിൽ ജന്മത്തിങ്ങൾ വന്നിട്ട് ഇവിടെ എല്ലാം തിരിഞ്ഞിട്ട് ലാസ്റ്റ് വന്നിട്ട് എയർപോർട്ടിൽ ഒരു വീഡിയോ ആക്കിയാറ് ഗുഡ് ബൈ ഇന്ത്യത്തെ വിദേശം വന്നിട്ട് അങ്ങ് പോകുമ്പോൾ അങ്ങ് ഒന്നില്ല ഇന്നൊരു നിമിഷാർത്ഥത്തിൽ ഞങ്ങൾ ഇടീ വേൾഡിനെ അഥവാ വിശ്വത്തെ അഥവാ ദുനിയാവിടെ ഗുഡ് ബൈ ചൊന്ന് പോകണ്ടാണ്ടാക്കി കൊണ്ടിരുന്നിട്ടില്ലേ. പക്ഷെ എല്ലാം ഗുഡ് ബൈ ഉണ്ടാക്കിയാൽ അങ്ങനെ ആ വീഡിയോ എല്ലാം ഇപ്പോഴും നമുക്ക് കാണാൻ സാധ്യമാവും. ഇങ്ങനെ ഈ ദുനിയാവിൽ അള്ളാഹുടെ കളി എന്തോ നമുക്ക് ചൊല്ലാൻ സാധ്യമല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് കളിക്കടിയും നിനക്കെല്ലാം ഹൈറായ നിനക്ക് അള്ളാഹു വിധിച്ചു തരട്ടെ. ഇത്തരത്തിലുള്ള അപകടത്തെ മരണത്തൊട്ട് അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹു മരിച്ചുപോയ ആ കുടുംബത്തെല്ലാം അള്ളാഹു ധാരാളം സബറിട്ട് കൊടുക്കട്ടെ. നമുക്ക് ഹൈറായതിനെ അള്ളാഹു പ്രധാനം നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.